കുത്തിത്തിരിപ്പ് ഇലക്ഷന്റെ അവസാനമായി കുത്തിത്തിരിപ്പ് ചോദ്യമാണത്. ഓരോ ഫംഗ്ഷനിലും ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ പിണറായി വിജയനുള്ള പരിപാടിയിൽ എല്ലായിടത്തും എം വി ഗോവിന്ദൻ ഉണ്ടായിരുന്നോ? ടി പി രാമകൃഷ്ണൻ ഉണ്ടായിരുന്നോ? ടി പി രാമകൃഷ്ണനും എം വി ഗോവിന്ദനും പിണറായി വിജയനും കൂടിയാണ് ഇതെല്ലാം ചെയ്തത്. അപ്പം വെറുതെ ഇത് കോൺഗ്രസിനോടുള്ള കുത്തിത്തിരിപ്പ് ചോദ്യം, അത് അങ്ങോട്ട് ചോദിക്കാറില്ലല്ലോ. പിണറായി വിജയനോട് ചേട്ടൻ ചോദിക്കാറില്ലല്ലോ ഇങ്ങനത്തെ ഒരു. പിന്നെ ചോദിക്കാനേ പിന്നെ വീട്ടിൽ പോയി ചോദിക്കാൻ പറയും. ഞാനായതുകൊണ്ട് പാവം ഇങ്ങനെയൊക്കെ മറുപടി പറയണേ അല്ലേ? അതൊക്കെ കഴിഞ്ഞ വിഷയം കഴിഞ്ഞു. വേറെ അതേ അടുത്ത ആള് അല്ലല്ല, അത് ഒന്നും കൂടി പോളിംഗ് കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി പറയാം. 100+ ആണ് UDF. UDF 100+. എഴുതി വെച്ചോ, 100+. ഞാൻ പോളിംഗ് കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി പറയാം, കറക്റ്റായിട്ട് പറയാം. കുറയില്ല. ഉറപ്പായിട്ട് മനസ്സിലാവും. 1 ഡസൻ മന്ത്രിമാരെങ്കിലും പരാജയപ്പെടും. 1 ഡസൻ. ചിലപ്പോൾ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ. ചിലപ്പോൾ ഒന്ന് കൂടി, ചിലപ്പോൾ ഒന്ന് കുറയും. അതിശക്തമായ വികാരമുണ്ട് എല്ലായിടത്തും. തെക്കൻ കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് 1 സീറ്റാണുള്ളത്, അത് 8 സീറ്റ് വരെ ആവാം. കൊല്ലത്ത് 2 എണ്ണമാണുള്ളത്, അത് 7-8 ആവാം. ആലപ്പുഴ ഞങ്ങൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1-2-3 കാര്യങ്ങൾ കൂടി അസസ് ചെയ്യാനുണ്ട്. ഇനി എല്ലാ ജില്ലയിലും പറയണം. അതൊക്കെ അങ്ങോട്ട് മുകളിലേക്ക് എപ്പോഴേ കയറിപ്പോയി. 30 കൊല്ലത്തിനിടയിൽ ജില്ലാ പഞ്ചായത്ത് ആദ്യം പിടിച്ച ജില്ലയാണ്. അപ്പം അന്ന് തന്നെ മനസ്സിലായില്ലേ സംഭവം അവിടെ വലിയ ചേഞ്ച് ആണെന്ന്. എറണാകുളത്ത് എത്തുന്നതിന് മുമ്പ് UDFന് ഭൂരിപക്ഷം കേട്ടോ. എറണാകുളത്ത് എത്തുമ്പോഴേക്കും UDFന്റെ ഭൂരിപക്ഷവും എറണാകുളത്ത് കാസർഗോഡ് നിന്ന് എറണാകുളത്ത് എണ്ണി വരുമ്പോഴേക്കും UDFന്റെ ഭൂരിപക്ഷവും ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞ സീറ്റാണ്.